നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ ഇവിടെ പല സെഷനുകളായിട്ട് സംസാരിച്ചിരിക്കുന്നത് സ്റ്റോക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം, ഫണ്ടമെന്റൽ അനാലിസിസ് എങ്ങനെ നടത്താം, ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓഹരി വിപണിയിൽ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഡീപ്പ് ഡൈവ് ആയിട്ടുള്ള ഒരു അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള അഭിനാസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു. യെസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ റിട്ടേണിനെ കുറിച്ച് മാത്രമാണ് കൺസേൺ ആവാറുള്ളത്. അവരൊരിക്കലും റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് അത്ര തന്നെ ബോധേഡ് ആവാറില്ല. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഈ റിസ്ക് മാനേജ്മെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ഏതൊരു ഇൻവെസ്റ്റർ, ഇപ്പം ഞാനായാലും ബാക്കി എല്ലാവരും ഈ ഒരു റിട്ടേൺ നോക്കി തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എത്തുന്നത്. പക്ഷെ അതൊരു പോയിന്റ് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഹിറ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 2008 എന്ന് പറയുന്ന ഒരു ക്രൈസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ 2020 വന്നിട്ടുള്ള ക്രൈസിസ്, ഈ ഒരു ആസ്പെക്ട് തന്നെയാണ് ഒരു ട്രേഡിംഗ് ഉള്ള ആസ്പെക്ട്. എല്ലായിടത്തും സെയിം ഇമോഷൻസ് തന്നെയാണ്. ഒരു ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് എവരി വെരി സെയിം. സോ ഈ പറഞ്ഞ നമ്മുടെ ഒരു അല്ലെങ്കിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലോകത്ത് നമ്മൾ നോക്കുന്ന റിട്ടേൺ അല്ല, റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് മെയിനായിട്ട് നോക്കുന്നത്. അതെന്ന് പറയുന്നത് ഒരു റിട്ടേൺ കിട്ടുന്നത് എത്ര ഡ്രോ ഡൗൺ അല്ലെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടാണ് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അതായത് എല്ലാം സെയിം റിട്ടേൺ അല്ല. ടു ബി ഫ്രാങ്ക്, ഇപ്പം നമ്മളെല്ലാവരും നോക്കുന്ന എത്ര ലാസ്റ്റ് 5 വർഷത്തിൽ എത്ര റിട്ടേൺ കിട്ടി. പക്ഷെ അതിന് നമ്മൾ കൊടുത്ത വില ഉണ്ട്, പീസ് ഓഫ് മൈൻഡ്. ആ പീസ് ഓഫ് മൈൻഡാണ് ഡ്രോ ഡൗൺ എന്ന് പറയുന്ന അർത്ഥത്തിലായാലും വാട്ടെവർ ഒരു സാധാ മനുഷ്യൻ്റെ രീതി പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡിന് കൊടുക്കുന്ന വിലയാണത്. അപ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ്. ആ റിട്ടേൺ നോക്കാതെ ഈ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇതൊരു ലോങ് ടേം ജേണിയാണ്. അത് ട്രേഡിങ്ങിലായാലും ഇൻവെസ്റ്റിങ്ങിലായാലും ആ ഒരു പീസ് ഓഫ് മൈൻഡിന് മുൻനിർത്തി വേണം ഈ പറഞ്ഞ സാധനം റിട്ടേൺ എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ടത്. പേഴ്സണൽ ലൈഫിലായാലും എൻ്റെ ഒരു ഇനിഷ്യൽ ട്രേഡിംഗ് ജേണിയിൽ 2018-19 നമ്മളൊരു ട്രേഡിംഗ് ലോകത്തേക്ക് വന്ന സമയത്ത് അവിടെ നമ്മൾ ഫസ്റ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പോലും സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ബേസിസിലാണ്. പക്ഷേ അന്ന് ചെയ്തിരുന്ന ചിലപ്പോൾ 10,000 റുപ്പീസിലായിരിക്കും, 50,000 ആയി, പിന്നെ 1 lakh ആയി, 10 lakh ആയി, പിന്നെ 1 CR ആയി, 10 CR ആയി. ഈ ക്യാപിറ്റൽ മാറുന്തോറും റിട്ടേണിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മളെ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ. റിട്ടേൺ എത്ര ആയാലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഒരു 20% ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇയർലി. അവിടെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് എ സ്കെയിലബിൾ. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. റിട്ടേൺ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 10,000-ഉം 50,000-ഉം വെച്ച് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ സ്കെയിൽ ചെയ്യാനാണ്, ക്രോസ് ഓഫ് റുപ്പീസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവിടെ ഡ്രോ ഡൗൺ റിസ്ക് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഈ പൊതുവെ അനലിസ്റ്റുകൾ ചെയ്യുന്ന പല രീതിയിലാണ് നമ്മൾ സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്യുന്നത്. പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ റിലേറ്റീവ് വാല്യുവേഷൻസ് വെച്ചിട്ടൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൾഡ് മെത്തേഡ് ഇപ്പോഴത്തെ ഒരു വോളട്ടൈൽ മാർക്കറ്റ്, ഇപ്പം മാർക്കറ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലെയൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഫണ്ടമെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണെന്ന് വിചാരിച്ച പല സ്റ്റോക്കുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതിനേക്കാളും ക്രാഷ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന DCF മോഡലോ അല്ലെങ്കിൽ DCF മോഡലിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? നിങ്ങൾ ഏത് രീതിയിലാണ് സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും അങ്ങനെ ഒരു ലോജിക്കലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് ടേമിലല്ല, ലോങ് ടേമിൽ ലോജിക്കലായിട്ട് പോകും. ഷോർട്ട് ടേമിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കാലത്തും ലോജിക്കലല്ലായിരുന്നു. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം 2 കാര്യമാണ്. DCF എന്ന് പറയുന്ന മോഡലും റിലേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്ന സാധനം. ഇപ്പം DCF ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. അതായത് കൂടുതൽ ഡേറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ആണ് ഞാൻ പേഴ്സണലി ആയാലും നമ്മുടെ കമ്പനി ആയാലും പ്രിഫർ ചെയ്യുന്നത്. DCF എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് ഒരു ഓൾഡ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് മെത്തേഡാണ്. റിലേറ്റീവ് വാല്യുവേഷനും ഞാൻ യൂസ് ചെയ്യാറുള്ള കാര്യമാണ്. DCF എന്ന് പറയുന്നത് സംതിങ് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, അസംഷന്റെ ബേസിസിലുള്ള ഡിപ്പെൻഡൻസി. അത് നെഗറ്റീവായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വാരൻ ബഫറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാരൻ ബഫറ്റിന്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് DCF ആണ്. DCF മോശമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ടിനും 2 സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇപ്പം ഞാൻ പേഴ്സണലി ഇത് 2 വെച്ച് ഇപ്പം DCF റിലേറ്റീവ് വാല്യുവേഷനാണ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി കണക്ട് ചെയ്യുന്ന റിലേറ്റീവ് വാല്യുവേഷനാണ്. കാരണം
ഡേറ്റ ബാക്ക്ഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ റിലേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് കമ്പാരിസൺ ആണ്, അവിടെ വാല്യുവേഷൻ അല്ല. മറ്റേന്ന് പറയുന്നത് വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ആയിട്ട് തോന്നാം, അണ്ടർ വാല്യൂഡ് ആയിട്ട് തോന്നാം. അണ്ടർ വാല്യൂഡ് ആണെങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതാണ് DCF മെത്തേഡിൽ വരുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു കേസിൽ Nvidia ആയാലും ടെസ്ല പോലത്തെ കമ്പനീസ് ആയാലും ഇന്നത്തെ മോഡേൺ ബിസിനസ്സിലെല്ലാം AI ബേസിസ് ഉള്ള ബിസിനസ് ആയാലും ഈ DCF വാല്യുവേഷൻ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു എലമെന്റിലോട്ട് പോകും. അവിടെ അതിന് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ചെയ്യണത് മോശമാണെന്നോ നെഗറ്റീവ് ആണെന്നോ ഉള്ള ഒന്നുമല്ല. അണ്ടർ വാല്യൂഡ് ആയിട്ട് പെർഫോമൻസ്, ആ ഒരു കോസ്റ്റ്, പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന എലമെന്റ് എല്ലാം അൾട്ടിമേറ്റ്ലി വരുന്ന പീസ് ഓഫ് മൈൻഡ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വരുന്നതെന്ന് പറയുന്ന ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ DCF മോഡൽ വർക്കൗട്ട് ആവും. പക്ഷേ ആ ഒരു കൈൻഡ് ഓഫ് ഒരു കോമൺ സെൻസ് അപ്രോച്ചാണ് ഈ റിലേറ്റീവ് വാല്യുവേഷൻ. ഏറ്റവും ബേസിക് പറഞ്ഞ കോമൺ സെൻസ് അപ്രോച്ചാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള റിലേറ്റീവ് വാല്യുവേഷൻ ആണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നതും പേഴ്സണലി ചെയ്യുന്നതും ഒരു കോണ്ട് ഇൻവെസ്റ്റിംഗ്, അതായത് ഡേറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് റിലേറ്റീവ് വാല്യുവേഷനും കൂടെ മിക്സ് ചെയ്തായിരിക്കും മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഞാനോ ആരോ ചെയ്താലും എനിക്കൊന്ന് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ റിലേറ്റ് ചെയ്യും മറ്റ് കമ്പനിയായിട്ട്, അതിന്റെ ബേസിസിൽ ചെയ്യും. അപ്പൊ റിലേറ്റീവ് വാല്യുവേഷൻ ആണ് പേഴ്സണലി ഞാൻ ചൂസ് ചെയ്യുന്നത്. DCF മോശമെന്നല്ല, അതിൻ്റെതായിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്. അതെ അതെ, അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സ് ഉണ്ട്. യെസ്. ഇപ്പൊ മാർക്കറ്റിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് പല സെക്ടേഴ്സും അണ്ടർ പെർഫോം ചെയ്യുന്നു, പല സെക്ടേഴ്സ് ഔട്ട് പെർഫോം ചെയ്യുന്നു. നമ്മൾ പ്രതീക്ഷിക്കേണ്ട AI ഒരു അതിപ്രസരം വരുന്നുണ്ട്, AI കമ്പനീസ് ഇപ്പോൾ കുറച്ചും കൂടെ ബൂം ആവുന്നുണ്ട്. അപ്പോൾ ആസ് എ അനലിസ്റ്റ് ഇനി വരുന്ന വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് അഭിനാസിന് തോന്നിയിട്ടുള്ളത്? എനിക്കൊന്ന് ഇപ്പം കറന്റ് ഫാർമ സെക്ടർ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിൽ ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതല്ലാതെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പവർ, ആ ഒരു ട്രാൻസ്ഫോമർ, ആ ഒരു സെക്ടർ ഒരു ബൂം കിട്ടാൻ സാധ്യത ഉള്ള ഒരു സെക്ടറാണ്. കാരണം ഈ പറഞ്ഞ സോളാർ ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് കാരണം ട്രാൻസ്ഫോമേഴ്സ് റിക്വയർമെന്റ് വരുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്കൊന്ന് KSEB സോളാറിന്റെ ഇത് സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ട്രാൻസ്ഫോമർ അതിന് അക്യൂർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതില്ല. പക്ഷെ അതിലോട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫോമേഴ്സ് എല്ലാം റീബിൽഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അത് ഈ കേരളത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ സ്പ്രെഡ് ഓൾ ഓവർ ദ ഇന്ത്യ. അപ്പൊ ഈ പറഞ്ഞൊരു സെക്ടർ എനിക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഞാൻ പേഴ്സണലി നോക്കി കാണുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഈ എയുടെ ഒരു അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള IT സെക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ സ്റ്റിൽ ഐ ആം ഹോപ്പ് വിത്ത് IT സെക്ടർ. കാരണം ചീസസ് ഇപ്പം 50% മാർക്കറ്റ് ഡൗൺ ആയിരിക്കുകയാണ്. ഇൻഫോസിസ് ആവട്ടെ, എല്ലാ IT സെക്ടേഴ്സും. കാരണം എയുടെ ഒരു പവർ. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് TCS ഒക്കെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് ബണ്ടിൽ ഓഫ് ക്യാഷ് റിസർവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർക്കൊരു AI കമ്പനിയെ അബ്സോർബ് ചെയ്യാനോ അക്യൂർ ചെയ്യാനോ ബുദ്ധിമുട്ടോ ഉണ്ടാവത്തില്ല. ഓഫ് കോഴ്സ് അവർ പറ്റുന്നില്ല, അവരെ കൊണ്ട് ഇപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൗഡ് കോഡ് അല്ലെങ്കിൽ ക്ലൗഡിനെ അവർക്ക് അക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ChatGPT മൈക്രോസോഫ്റ്റ് ഒരു തരത്തിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഏതെങ്കിലും ഇനിയുള്ള കാലം ഒരു 2000 ഇതുപോലത്തെ ഇൻഫോസിസിന്റെ ഒക്കെ ഒരു വരവായിരുന്നു അല്ലേ, ഒരു റെവല്യൂഷൻ ആയിരുന്നു. അതുപോലത്തെ ഒരു റെവല്യൂഷണറി ടൈമാണ് ഇപ്പൊ നമ്മുടെ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അബ്സോർപ്ഷൻ, ആ ഒരു റെവല്യൂഷൻ ആര് ഏറ്റെടുക്കുന്ന അവർക്കായിരിക്കും ഇനിയുള്ള ഒരു 10-20 വർഷം എന്ന് പറയുന്നത് അവരുടെ ലോകമായിരിക്കും. പക്ഷേ TCS ആയാലും ഇൻഫോസിസ് ആയാലും എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അവർ ഇരിക്കുന്നത് വെറും ക്യാഷോ ലോസിലോ ഒന്നുമല്ല, വിത്ത് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാഷ്. അത് അവർക്ക് ഈസിലി ഏതെങ്കിലും നല്ലൊരു AI കമ്പനീസിനെ അക്വയർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതിനുള്ള മാൻ പവർ ഉണ്ട്, അതിനുള്ള ക്യാഷ് ഉണ്ട്. അപ്പം ഈ ഒരു ഗോയിങ് ഫോർവേഡിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഇടിവ് തന്നെയായിരിക്കും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേസിൽ. അതുകൊണ്ട് എനിക്കുള്ളത് AI എന്നുള്ള രീതിയിൽ AI ആര് എങ്ങനെ ഉപയോഗിക്കുന്നു അവർ മുന്നോട്ട് കൊണ്ടുവരും. അതുപോലെ പവർ ട്രാൻസ്മിഷൻ, ആ ഒരു ട്രാൻസ്ഫോമർ, ആ ഒരു ഏരിയയും ഈ പറയുന്ന AI ബേസ്ഡ് ആയിട്ടുള്ള IT സെക്ടേഴ്സ്, അതിനെ IT ആയിട്ട് തന്നെ പറയാം. അതിൽ എനിക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഞാൻ പേഴ്സണലി കാണുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഈ ഒരു സെക്ടേഴ്സിലൊക്കെ നമ്മൾ നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ പലപ്പോഴും നമുക്ക് ഇപ്പൊ ഞാൻ പേഴ്സണലി ഇവിടെ സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ അനാലിസിസ് ഒക്കെ ചെയ്ത് വീഡിയോ ഇടുന്ന സമയത്ത് പലപ്പോഴും വരുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇത് വാല്യുവേഷൻ കൂടുതലാണ്, ഹൈ PE ആണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സെക്ടേഴ്സ്, അതായത് പൊട്ടൻഷ്യൽ ഉള്ള സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉയർന്ന PE ആവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒരു റീസണബിൾ വാല്യുവേഷനുള്ള സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നത്? അതിന് എന്തൊക്കെ ഫിൽറ്റേഴ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഹൈ ആയതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാന്ന് ഉള്ള കോൺസെപ്റ്റ് ഇല്ല. അതൊരു ഓൾഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഇപ്പം ഇൻഡിസസ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സുകളാണെങ്കിലും
വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് മെത്തേഡ്സുകളുണ്ട്, മൊമെന്റം ബേസിസുള്ള ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. എന്താണ് ആർക്ക് കംഫർട്ടബിൾ എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ പി റേഷ്യോയ്ക്കല്ല ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള പോർട്ട്ഫോളിയോ ഉണ്ടാവും. വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻസ് വേണം. എപ്പോഴാണ് അത് ബ്രേക്ക്ഔട്ട് സംഭവിക്കണമെന്നോ എപ്പോഴാണ് അത് ഔട്ട് പെർഫോം ചെയ്യണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ അതിൽ ആ സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യണം. വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗിൽ പോകുമ്പോൾ ആ ട്രസ്റ്റ് ചെയ്ത് പോകുന്ന കമ്പനിയിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാല്യൂ ബേസിസിൽ പോകുന്നതിൽ കുഴപ്പമില്ല, ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ ഒരു മൊമെന്റം ബേസിസിലാണെങ്കിൽ ഈ പറയുന്ന വാല്യൂ ബേസിസിലുള്ള കമ്പനീസ് എല്ലാം ഒരു ടൈമിൽ ഔട്ട് പെർഫോം ചെയ്യും. ഈ ഔട്ട് പെർഫോം ചെയ്യുന്ന സമയത്താണ് മൊമെന്റം ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റിംഗ് കയറുന്നത്. അപ്പൊ അവിടെ പി റേഷ്യോ എക്സ്പെൻസീവ് ആയിരിക്കും, കമ്പനി വാല്യൂഷൻ എക്സ്പെൻസീവ് ആയിരിക്കും. സോ അത് ഡസന്റ് മീൻ അതൊരു മോശമാണെന്ന് പി റേഷ്യോ കൂടുതലായിട്ടുണ്ടെന്നുള്ളത് തോന്നലൊക്കെ ആക്ച്വലി ഒരു കോണ്ട് വേൾഡിൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള വേൾഡിൽ പ്രൂഫ് ഇല്ല. അത് പ്രൂഫ് എന്ന് പറയുന്ന ഈവൻ റിട്ടേൺ വൈസസിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മൊമെന്റം അല്ലെങ്കിൽ പി റേഷ്യോ കൂടിയിട്ടുള്ള, ഞാൻ അത് പറയുന്നത് പ്ലെയിൻ ആയിട്ട് എടുക്കരുത്. ഇനി നാളെ പോയി പി റേഷ്യോ കൂടുതലുള്ളത് മാത്രം നോക്കി എടുക്കാനല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സെറ്റപ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ മൊമെന്റം ബേസിസിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊമെന്റം ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ NSEയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ മൊമെന്റം ബേസിസിലുള്ള ഇൻഡിസസ് എടുത്താൽ മാത്രം മതി അവർക്ക് അതിന്റെ കമ്പാരിസൺ അറിയാൻ പറ്റും. ഇപ്പൊ നിഫ്റ്റി ഫോർ എക്സാമ്പിൾ ഒരു മിഡ് ക്യാപ്പ് 150 എന്ന് പറയുന്ന ഇൻഡിസസ് ആകട്ടെ, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മൊമെന്റം 150 ഇൻഡിസസ് ആവട്ടെ, ഇത് രണ്ടിന്റെയും തമ്മിലുള്ള വേരിയേഷൻ തന്നെയാണ് ഈ പറയുന്ന വാല്യൂഷൻ ഹൈ ആവുന്ന കമ്പനീസിന്റെയും വാല്യൂഷൻ കുറഞ്ഞ കമ്പനീസിന്റെയും ഡിഫറൻസ് ആണ് അവിടെ കാണാൻ പറ്റും. അപ്പൊ അതൊരിക്കലും മോശം എന്നുള്ള രീതിയിലല്ല, അതിന് രണ്ടിനായിട്ടുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ട്. മൊമെന്റം ബേസിസിൽ പോകുമ്പോൾ ഡ്രോഡൗൺ കൂടാനുള്ള സാധ്യത, പീസ് ഓഫ് മൈൻഡ് കുറച്ച് കൂടുതൽ കൊടുക്കണം അവിടെ. അപ്പം അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഒരാളുടെ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റൈല് വാല്യുവേഷൻ ആണെങ്കിൽ ഗോ വിത്ത് ദാറ്റ്, അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് രണ്ടും മിക്സപ്പ് ആവുകയോ അല്ലെങ്കിൽ ഇത് മോശം. ഇപ്പം വാല്യൂ ഇൻവെസ്റ്റിങ്ങിലെ യഥാർത്ഥ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യും, 1-2 വർഷം കഴിയുമ്പോൾ അത് അനങ്ങത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ മറ്റേതെല്ലാം മൊമെന്റം വെച്ചിട്ട് ഇതിലോട്ട് മാറാം. ഈ മാറുന്ന സമയത്തായിരിക്കും ഇത് ഏറെ അങ്ങ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതിലൊരു ഡാറ്റ ബാക്ക്, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഡാറ്റ ബാക്ക്ഡ് ആയിട്ട് സംസാരിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. വാല്യൂ ഇൻവെസ്റ്റിംഗിൽ നിങ്ങൾ മുന്നത്തെ കാലങ്ങളിൽ ഡാറ്റ ബാക്ക്ഡ് ആയിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇറ്റ്, ഗോ വിത്ത് ഇറ്റ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് മാറാതിരിക്കാൻ സ്ട്രാറ്റജിന്ന്. മൊമെന്റം ബേസിസിൽ വാല്യൂഷൻ ഹൈ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഞാൻ പേഴ്സണലി രണ്ടും ഒരു അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ എനിക്ക് 2 കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. 2 ടൈപ്പ് ഓഫ് ഇതിലും വരും. പേഴ്സണലി ഞാൻ മൊമെന്റത്തിന്റെ ഒരു ചെറിയൊരു ബയസ് ഉള്ള ആളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, റിട്ടേണും ഡ്രോഡൗണും റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. എൻ്റെ പീസ് ഓഫ് മൈൻഡിന് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ബേസിസിൽ ബയസ് ഉള്ള ഒരാളാണ്. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഗോൾഡ് നിഫ്റ്റിയുടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പൊ നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 12% അല്ലെങ്കിൽ 13% കിട്ടിയ എക്സാമ്പിൾ ആയിട്ട് വെക്കുക. കഴിഞ്ഞ 20 വർഷത്തിൽ 13% കിട്ടിയത്. ഗോൾഡിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് 12% കിട്ടിയത്. പക്ഷേ ഈ 13% കിട്ടിയപ്പം 50% ഡ്രോഡൗൺ ആൾ കണ്ടിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഗോൾഡിലാണെങ്കിൽ 12% കിട്ടിയപ്പോൾ 40% ഡ്രോഡൗൺ പുള്ളി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് റൊട്ടേഷൻ, ഈ സെക്ടറിൽ അസറ്റ് റൊട്ടേഷൻ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രോഡൗൺ റിട്ടേൺ ഏകദേശം സെയിം 13% കിട്ടിയിട്ടുമുണ്ട്, ഡ്രോഡൗൺ 30% താഴെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇതിന്റെ ഒരു ഗെയിം, ആ സ്ട്രാറ്റജി എല്ലാം മാറുന്നത്. സെക്ടറൽ അലോക്കേഷൻ, റൊട്ടേഷൻ ബേസ്, അങ്ങനെയൊക്കെ ഓരോ സ്ട്രാറ്റജി ഡാറ്റ ബാക്ക്ഡ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പക്ഷെ അതിനുള്ള ഒരു നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഏതാണ് ശരി എന്നുള്ളതിലല്ല, നമുക്ക് ഏതാണ് കംഫർട്ടബിൾ, നമുക്ക് ഏതാണ് പറ്റുന്നത്, നമുക്ക് ഏതാണ് പീസ് ഓഫ് മൈൻഡ്. ഇപ്പൊ ഞാൻ എൻ്റെ ബിസിനസ് ഇതായതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചു. വേറെ ഒരാളെ സംബന്ധിച്ച് ഇത് ചെയ്യാൻ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് ഏതാണോ ഏറ്റവും കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പീസ് ഓഫ് മൈൻഡിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്താലും ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ചെയ്താലും എനിക്ക് കിട്ടുന്ന റിട്ടേൺ സെയിം ആണ്. സോ അതാണ് പീസ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ പറ്റുന്നത്.
അതേപോലെ തന്നെ പൊതുവേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിരിക്കും, അങ്ങനത്തെ ഒരു കമ്പനി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ മാനേജ്മെന്റ് ഭാഗത്ത് എന്തെങ്കിലും കൺസേൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്കുകളൊക്കെ വരുന്ന സമയത്ത് നിക്ഷേപകർ കുറച്ച് പാനിക്കാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന HDFC ബാങ്കിന്റെ ആണ്. കാരണം HDFC ബാങ്ക് അല്ലെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് അങ്ങനത്തെ ബാങ്കുകളെ സംബന്ധിച്ച് അതിന്റെ ഇടയ്ക്ക് റീസെന്റ് കുറച്ച് ന്യൂസ് ബേസ്ഡ് ആയിട്ട് കുറച്ച് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു റെസിഗ്നേഷൻ വന്നു. അപ്പോൾ അവർക്ക് അവിടെ ഗവേണൻസിൽ സംശയമായി, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സംശയമായി. അപ്പോൾ കുറച്ച് പാനിക്കായ ആളുകൾ സ്റ്റോക്ക് ഇനി ഫണ്ടമെന്റലി ഇനി ഫർദർ ആയിട്ട് ലോങ് ടേമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ സംശയങ്ങളൊക്കെ വന്നു. കാരണം HDFC ബാങ്ക് ഓൾറെഡി നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസേൺസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്യുക? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കമ്പനിയുടെ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒക്കെ റെഡ് ഫ്ലാഗ്സിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇപ്പൊ HDFCയിലെ കേസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു റെസിഗ്നേഷൻ വന്നു. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻസ് ആ ഒരു ഗവർണൻസ് കംപ്ലീറ്റ്ലി ഇഷ്യൂ ആണെന്നുള്ളത്. ഇപ്പൊ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഓഫ് കോഴ്സ് ഒരു കമ്പനി ഒരു കൂട്ടായ്മ ആകുമ്പം അതിലൊരു 10 പേരുണ്ടെങ്കിൽ 1-2 പേര് ഇഷ്യൂസ് ഉള്ളവർ കാണാം, ഇല്ലാതിരിക്കാം. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു മൊത്തത്തിലുള്ള ഒരു ഗവർണൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വരേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഗവർണൻസ് ആസ് എ ടോട്ടൽ കമ്പനിക്ക് ഒരു മാനേജ്മെന്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ അങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ സ്പെസിഫിക് കമ്പനീസിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അവരെങ്ങനെ അത് ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ബോർഡ് ആക്ട് ചെയ്യും, ബോർഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ പോകുന്നത്. ഇവിടെ ഈ ഒരു ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ അവിടെയാണ് ഇമ്പോർട്ടൻസ് നോക്കേണ്ടത്. അപ്പൊ ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക. അതിൽ ഈ പറയുന്ന ആക്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സൈൻ. ആക്ച്വലി ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് കമ്പനി ഗവേണൻസ് നല്ലതാണെന്നുള്ളതാണ്. പക്ഷെ അവിടെ ആ ഒരു ഗവേണൻസിൽ ആക്ഷൻ വരുന്നില്ലെങ്കിലാണ് ദാറ്റ് മീൻസ് അതൊരു പ്രശ്നമാണ്. അതിലോട്ട് നമ്മൾ ഇപ്പം ആ സ്റ്റോക്ക് അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ക്ലയൻസിന്റെ ഫണ്ട് ആയാലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് ഇങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയുള്ള കസ്റ്റമേഴ്സിനായാലും നമ്മളെ ഫണ്ടായാലും നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. കറന്റ് ഉള്ളത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെക്കും. എന്നിട്ടൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് വാച്ച് ചെയ്യും ഇവരുടെ ആക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, അത് റെക്ടിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് ഒരു 6 months കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ആക്ഷൻ എടുക്കുന്നുണ്ടോ ഇല്ലേ, അതിന്റെ കാര്യങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആവും. ഈ ഒരു പ്രോസസ്സാണ്. ഒരു ന്യൂസ് വന്നതുകൊണ്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നത് ഈക്വൽ ടു റീറ്റെയിൽ പാനിക്കിന് നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെയാവും. ഒരു ഗ്രീഡ് ആൻഡ് ഫിയർ എന്നുള്ള എലമെന്റിലോട്ട് നമ്മൾ വീണു പോകുന്നത് പോലെയാവും. അപ്പൊ അതിനൊരു ടൈം കൊടുക്കുക, അതിന്റെ ഹോൾഡ് ചെയ്യുക, അതിന്റെ ആക്ഷൻ നോക്കുക, ഫർദർ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുക, അതിന്റെ ആക്ഷൻ നോക്കുക, എന്നിട്ട് തീരുമാനിക്കുക ഫർദർ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളത്. ഒരു ടൈം ഗ്യാപ്പ് കൊടുത്ത് തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ഒരു കേസിൽ വരുമ്പോൾ. നിങ്ങൾ അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് ഒരു സ്റ്റോക്കിനെ എക്സിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആകാം എന്ന് തീരുമാനിക്കുന്നതിന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്? എക്സിറ്റ് ഡിപ്പെൻസ്. നമുക്ക് ഇപ്പം ഞാൻ പേഴ്സണലി റൂൾ ബേസ്ഡ് ട്രേഡിംഗ് ഇൻവെസ്റ്റിങ്ങിന്റെ ഒരു വക്താവാണ്. അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. അത് നമ്മുടെ കമ്പനിയിലായാലും ഇപ്പം നമ്മുടെ റിസർച്ച് ടീമായാലും പേഴ്സണലി ആയാലും ട്രേഡിംഗ് ആയാലും അത് റൂൾ ഇല്ലാതെ നമ്മൾ അത് എൻട്രി ആയാലും എക്സിറ്റ് ആയാലും അതിൻ്റെതായിട്ടുള്ള ഒരു ബിഫോർ എൻട്രി തന്നെ ഫുള്ളി റിട്ടേൺ പ്ലാൻ ആണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിനായാലും ആ സ്ട്രാറ്റജി നമുക്ക് ഇൻവോൾവ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡ് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏത് അസറ്റാണോ ഔട്ട് പെർഫോം ചെയ്തത് ആ ഒരു ഇതിലായിരിക്കും ചെയ്യുന്നത്. വൺസ് എൻ്റെ റൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്ന് അണ്ടർ പെർഫോം ചെയ്യും അത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു റൂള് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ഐ വിൽ എക്സിറ്റ് ഇറ്റ്. അതിനൊരു റിട്ടേൺ പ്ലാൻ ഉണ്ടാവണം. എന്ത് ബേസിസിലാണോ നമ്മൾ എൻട്രി എടുത്തത് അതനുസരിച്ചിട്ടുള്ള എക്സിറ്റ് പ്ലാൻ ആയിരിക്കും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, മോഡൽ പോർട്ട്ഫോളിയോടെ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ. അതുപോലെ തന്നെയാണ് ചില കേസിൽ സ്റ്റോക്സിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സീസണാലിറ്റി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വേണമെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് എക്സിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മേ ബി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം. അത് ഡിപ്പെൻസ് ആണ്.
അത് ഏതാണ് കറക്റ്റ് എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. യെസ്. അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുക. അതിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഫ്രീ ക്യാഷ് ഫ്ലോയ്ക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ക്യാഷ് ഫ്ലോ ബേസിക്കലി ഇപ്പം ഏത് ബിസിനസ്, ഇപ്പം ഞാനൊരു ബിസിനസ് ഓണറാണ്. അപ്പം ബിസിനസ് ഓണർ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഒരു P&L എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ബേസിക്കലി കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യുന്ന ബുക്സ് ആണ്. അതിൽ നമുക്ക് വൺസ് നമ്മളൊരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൈസ കിട്ടിയോ ഇല്ലേ അവിടെ നമ്മൾ ബുക്ക് ചെയ്യണം, അത് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരും. പക്ഷെ കമ്പനി എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ക്യാഷ് വന്നാലേ പറ്റത്തുള്ളൂ. അവിടെയാണ് ഈ ക്യാഷ് ഫ്ലോയുടെ ഇമ്പോർട്ടൻസ്. ഒരു പ്രോഫിറ്റ് അവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെയിം എക്സാമ്പിൾ തന്നെ കാണിച്ചാൽ, ഇപ്പം എനിക്കൊരു 1 ലക്ഷം രൂപയുടെ വർക്ക് കിട്ടി, ഞാൻ ചെയ്തു, പക്ഷെ P&L അത് കാണിക്കണം ആസ് പെർ ലോ. പക്ഷേ എനിക്കത് കയ്യിൽ കിട്ടിയില്ല, എനിക്കിവിടെ 1 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടാവും, ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? കമ്പനി വിൽ ഫെയിൽ ലോങ് ടേമിൽ. പക്ഷേ അവിടെ കൃത്യമായിട്ട് 1 lakh നമുക്ക് ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ മീറ്റ്, വി വിൽ സർവൈവ്. ഇത് തന്നെയാണ് ബേസിക് കോമൺ സെൻസ് ആണ്. നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു ഇൻകം വന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു 80% കമ്പനീസ് ഫെയിൽ ആവുന്നത് ക്യാഷ് ഫ്ലോയുടെ ഇഷ്യൂ. ഒരിക്കലും ഒരാൾ സർവീസ് ഇല്ലാത്തതുകൊണ്ടോ ഇൻകം ഇല്ലാത്തതുകൊണ്ടോ സർവീസ് പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ടൊന്നും അല്ല, ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റിസീവേഴ്സ് കൂടുക, കിട്ടാക്കടം കൂടുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു മെജോറിറ്റി കമ്പനീസ് പൊളിയുന്നത്. അപ്പൊ ഈ ഒരു കോമൺ സെൻസ് ആണ്. ആക്ച്വലി കാശ് ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബേസിക് നെസസിറ്റി ഒരു മനുഷ്യനുള്ളത് പോലെ തന്നെയാണ് കമ്പനി റൺ ചെയ്യണമെങ്കിലും വേണം. അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോയ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ആസ് എ ബിസിനസ് റൺ ചെയ്യാനായാലും നമ്മൾ എല്ലാവരും കൊടുക്കുന്ന അവിടെയാണ്. അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന, അതായത് നമുക്ക് 2 തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്പനീസ് ഉള്ളത്. അതായത് ത്രൂ ഔട്ട് ഇയറിൽ നമുക്ക് ഡിമാൻഡ് ഉള്ള ഡിഫൻസീവ് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ സൈക്ലിക്കലായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഈ സൈക്ലിക്കലായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾ അവരുടെ സീസൺ ആകുമ്പോൾ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പിന്നീട് അവർക്ക് ആ സീസൺ കഴിയുമ്പോഴാണ് അവർക്ക് പ്രശ്നം വരുന്നത്. പക്ഷെ ഇങ്ങനത്തെ സൈക്ലിക്കലായിട്ടുള്ള ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ അതിലത്തെ കമ്പനികളെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിക്ഷേപകർക്ക് പലപ്പോഴും തെറ്റ് പറ്റാറുണ്ട്, അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ ഈ സൈക്ലിക്കൽ സെക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തുകൊണ്ടായിരിക്കാം നിക്ഷേപകർക്ക് അവിടെ ഒരു അബദ്ധം വരുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓയിൽ സെക്ടർ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധം പോലുള്ള സംഭവങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ 2 പെർഫോമൻസിലോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ഇത്തരം സെക്ടറിൽ നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുക? അത് ബേസിക് പ്രിൻസിപ്പിളാണ്. കോൺസെൻട്രേഷൻ റിസ്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് ഒരു സാധനം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒറ്റ സൈക്ലിക്കൽ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ ആ കമ്പനീസിൽ 100% ഇൻവെസ്റ്റ്മെന്റ്സ് പോകരുത്. ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ഡൈവേഴ്സിഫൈഡ് ആവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്, ഏറ്റവും ബേസിക്കലി ബുദ്ധി ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കൂടുതൽ പെർഫെക്ഷൻ നോക്കുന്നത്, കൂടുതൽ ടു ബി ഫ്രാങ്ക് ബുദ്ധി ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ പെർഫോമൻസ് കൊണ്ടുവരിക എന്നുള്ളത്, അത് ബേസിക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. അതായത് ഒരു സൈക്ലിക്കലി ഉള്ള കമ്പനീസിൽ 100% ഇടാതിരിക്കുക. ഇപ്പം നമ്മുടെ ഒരു വലിയൊരു ലൈക്ക് കോൺസെപ്റ്റ്, പഴയ കോൺസെപ്റ്റാണ് സീസണാലിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ട്, സീസണാലിറ്റി ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഒരു ലോജിക്കും ഇല്ല. ലൈക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഡേറ്റ എടുക്കും. 20 വർഷത്തെ ഡേറ്റ എടുത്തിട്ട് ജനുവരി മാസം പെർഫോം ചെയ്ത 1-ാം തീയതി മേടിച്ച് 30-ാം തീയതി വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ഡേറ്റ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അതിനൊരു ലോജിക്കും ചിലപ്പം കാണൂല. പക്ഷെ അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഈ സീസണാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു വഴിയാണ്. ഞാൻ പറയുന്നത് ഈ ഒരു സീസണാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സാധനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ, അതൊക്കെ ഒരു സ്വിംഗ് ട്രേഡിംഗ് ആസ്പെക്റ്റിലോട്ട് പോകും. ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പം ഈ പറയുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്ത് വേണം പോകാം. ഒറ്റ സാധനത്തിൽ ആവരുത്, ഒറ്റ സെക്ടറിലാവരുത്. ഡിഫൻസിന് ഈ യുദ്ധം വരുമ്പോഴാണ് അത് കയറുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം ഈ പറയുന്ന സാധനം ഇച്ചിരി എസ്പെഷ്യലി ഇന്ത്യൻ സെനാറിയോയില്, അമേരിക്കൻ സെനാറിയോ ഡിഫറെന്റ് ആണ്. അവിടെ ഡിഫൻസിന് അതിൻ്റെതായിട്ടുള്ള പ്രൈവറ്റൈസ്ഡ് ആണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യൻ സെനാറിയോയില് ഒരു യുദ്ധം ഒരു ഭീതി വരുമ്പോഴാണ് അവിടെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത്. അപ്പൊ അതിൽ മാത്രമായി പോയാലും പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ അപ്പൊ അതിൽ അലൊക്കേഷൻ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് വരുമ്പോൾ വരത്തുമില്ല.
അപ്പം അതിലൊരു സെക്ടറൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടാവണം. എത്ര ശതമാനം നമുക്കാവാം, ഒരു സെക്ടറിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-15% കൂടുതൽ പോകരുത്. വിത്തിൻ ദ ലിമിറ്റ് നിർത്തി പോകണം. ഒരു സെക്ടറൽ ഇൻവെസ്റ്റ്മെന്റിനെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. ഒരു ഓവറോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിർത്തുന്ന ഒരു സാധനം ആയിരിക്കണം. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. യെസ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു സെനാരിയോ എന്ന് വെച്ചാൽ മൊത്തത്തിൽ പലിശ നിരക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു യുദ്ധം കയറി വന്നു. അപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ എക്കോണമി കുറച്ചും കൂടെ ടൈറ്റനായി. ഇനിയിപ്പോൾ പലിശ നിരക്ക് കൂട്ടുമെന്ന് അറിയില്ല. നമ്മൾ നമ്മുടെ RBI സംബന്ധിച്ച് കുറച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് പേഴ്സണലി ഓരോ നിക്ഷേപകരും അവരുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഐഡിയൽ എന്നാണ് തോന്നുന്നത്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിന് നെഗറ്റീവായിട്ട് ബാധിക്കും. കൺസ്യൂമർ ഇൻഡെക്സ് കൂടെയാണ്. അത് നേരെ വന്ന് ഇമ്പാക്റ്റ് വരുന്നത് RBI റേറ്റ് കൂട്ടും. ഈ കൺസപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. റേറ്റ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസപ്ഷൻ കുറയും, സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനീസിനെ ബാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. അവിടെ ചെയ്യാൻ പറ്റുന്ന ഹെഡ്ജിങ് എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നോർമലി ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് എലമെന്റ്സുകളുണ്ട്. ഇപ്പം പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ഒരു ഹെഡ്ജിങ് അസറ്റ് ആണ്. ഗോൾഡിൻ്റെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ള അസറ്റ് ക്ലാസസിൻ്റെ കുറച്ചുകൊണ്ട് വരിക. ഡെപ്റ്റ് ഫണ്ട്സുകളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. മെറ്റൽ സെക്ടേഴ്സ്, അതായത് ഈ പറഞ്ഞ കണക്ക് മെറ്റൽ സെക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു രീതിയിലുള്ള നമ്മുടെ അസറ്റ് അലോക്കേഷന് ഇപ്പം ഗോൾഡിൽ ഒരു 10% ആണെങ്കിൽ ബാക്കിയുള്ള അസറ്റിൽ നിന്ന് കുറച്ച് 20% കുറച്ചിട്ട് ഇവിടെ അസറ്റ് കൂട്ടുക, ഡെപ്റ്റ് ഫണ്ട് കുറച്ച് കൂട്ടുക. ഇങ്ങനത്തെ ഒരു ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ഇട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം. നമുക്ക് എല്ലാം ഡിപ്പെൻഡൻസ് ആണ്. ഇപ്പൊ ലാസ്റ്റ് എനിക്കൊന്ന് ഫെബ്രുവരി മാർച്ച് തൊട്ട് ട്രംപ് പറയുന്ന പോലെയാണ് മാർക്കറ്റ് പോകുന്നത്. ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ട്രംപ് രാവിലെ എന്ത് പറയുന്നത് അതായിരിക്കും മാർക്കറ്റിൽ ഇമ്പാക്ട് വരുന്നത്. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അല്ലാതെ ഒരു ടെക്നിക്കലോ ഒരു ഫണ്ടമെന്റലോ ഒന്നുമല്ല. അത് ട്രംപ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ട്രംപിന്റെ മൂഡ് പോലെ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടറിയാം. ഇങ്ങനെയാണ് നമുക്കൊരു ഡിഫെൻസീവ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം ഈ ഒരു ആസ്പെക്റ്റിലൂടെയാണെന്നുള്ളത് മാത്രമാണ്. യെസ്. അപ്പോൾ അവസാനമായിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമുക്ക് കുറേയധികം ഡാറ്റ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. AI അടക്കം വന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഓവർലോഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് ഡാറ്റ ഒരുപാട് കിട്ടുന്ന സാഹചര്യത്തിൽ അതും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചിലർ പറയും നല്ലതാണെന്ന്, ചിലർ പറയും ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇങ്ങനെയാണ് റിസ്ക്, അങ്ങനെ മൊത്തത്തിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഡാറ്റയെ റിലയബിൾ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യുക? അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഐഡിയലായിട്ട് നമ്മൾ ഡാറ്റ യൂസ് ചെയ്യേണ്ടത്? ഇപ്പം ഡാറ്റ ബാക്ക്ഡ് ആയിട്ട് രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡാറ്റ എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ബാക്ക് ടെസ്റ്റിങ്ങിനായാലും റിസർച്ചിൻ്റെ ഭാഗത്തായാലും നമ്മൾ ക്വാണ്ട് ടൈപ്പിൽ ചെയ്യുന്ന ഇൻവെസ്റ്റിംഗ് പർപ്പസ് റിസർച്ച് നടത്തുമ്പം എടുക്കുന്ന ഡാറ്റ ക്വാളിറ്റി ഇമ്പോർട്ടൻസ് ഉണ്ട്. 2, നമ്മൾ സ്വന്തമായിട്ട് ആ ഡേറ്റ എടുത്ത് പരിശോധിച്ച് നമ്മളെ കൺവിൻസ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനാണ് അതിൽ വരുന്നത്. എന്നിട്ട് ഇപ്പം ട്രേഡിംഗ് ആസ്പെക്റ്റിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ എവിടെന്നോ കണ്ട് അതെങ്ങനെ ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് നമ്മൾ കാണും. അതാണല്ലോ ഓവർലോഡഡ് ആയിട്ട് വരുന്നത്. ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അതിൽ നമുക്ക് കൺവിൻസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജീസ് എടുക്കുക. നമ്മൾ എടുക്കുന്ന ഡേറ്റ ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി ഡേറ്റ എടുക്കുക, അത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ആ ഡേറ്റയിൽ അത് സക്സസ് ആണെങ്കിൽ പിന്നെ നമുക്കത് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. എന്നിട്ട് ലൈവായിട്ട് ചെയ്ത് നോക്കുക. ഒരു മാസം നോക്കുമ്പോൾ ഇത് നമ്മുടെ ബാക്ക് ടെസ്റ്റിംഗ് ഇതുമായിട്ട് സക്സസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ മാച്ച് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, ഡിപ്ലോയ് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഡേറ്റ ഓവർ ക്രൗഡഡ് ആകുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കോമൺ സെൻസ് സംതിങ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു കൺവിക്ഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ ഡേറ്റ എടുത്ത് പരിശോധിച്ച് പേഴ്സണലി നോക്കിയാലേ പറ്റത്തുള്ളൂ. കാരണം ഏതാണ് സത്യം നമുക്ക് പറഞ്ഞുകൂടാ. അത് നമ്മൾ പേഴ്സണലി ഇപ്പൊ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ചെയ്യുന്ന അങ്ങനെയാണ്. അത് ഡേറ്റ ക്വാളിറ്റി ഡേറ്റ ആയിരിക്കണം എന്ന് ഉറപ്പെടുത്തുക. ക്വാളിറ്റി വെൻഡറായിട്ട് നമ്മൾ ഇടപെടുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ബാക്ക് ടെസ്റ്റിംഗ്
ഫോർവേഡ് ടെസ്റ്റിംഗ് ഡിപ്ലോയ്. കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് ചോദിക്കാം, അതായത് ഇപ്പൊ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത ആൾക്കാരുണ്ടാവും, ഓൾറെഡി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ മൊത്തത്തിലൊരു പാനിക് സിറ്റുവേഷൻ ആണ്. അതായത് മാർക്കറ്റിന്റെ ഇപ്പൊ എങ്ങനെ പോണേന്നൊരു പ്രഡിക്ഷൻ ഇല്ലാത്തൊരവസ്ഥ. അതായത് 2 ദിവസം കയറും 2 ദിവസം ഇറങ്ങും. ഇപ്പൊ മാർക്കറ്റ് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വെയിറ്റ് ആൻഡ് വാച്ച് മോഡാണോ, അതോ ഇപ്പോൾ നല്ല അവസരങ്ങൾ കണ്ടുപിടിച്ച് നല്ല സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കോമൺ സെൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുമ്പോൾ, ലാസ്റ്റ് 2 year ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ആർക്കും റിട്ടേൺ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 11 വർഷത്തെ ഡേറ്റ എടുത്ത് കഴിഞ്ഞാൽ 9% CAGR ആണ് അയക്കുന്നത്. അതെന്ന് പറയുന്നത് ലാസ്റ്റ് 30 വർഷത്തെ ഡേറ്റയിൽ ഇറ്റ് ഈസ് ബിലോ ആവറേജ്. അതായത് ഒരു 12-13% നിഫ്റ്റി കൊടുത്ത സമയത്ത് ഇന്ന് കഴിഞ്ഞ 11 വർഷത്തിൽ 9% എന്ന് പറയുന്നത് ബിലോ ആവറേജ് നിൽക്കുന്ന സമയമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇറ്റ്സ് ഗുഡ് ടൈം ടു ഇൻവെസ്റ്റ് എന്നുള്ളതാണ്. ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ കോൺസെൻട്രേറ്റഡ് ആവാതിരിക്കുക, അസറ്റ് അലോക്കേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ ഈ 2 വർഷമായിട്ട് റിട്ടേൺ കിട്ടാത്തത് ഇറ്റ്സ് എ ഗുഡ് സൈൻ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളതാണ് ഇത്. അത് താഴോട്ട് പോകാൻ ഇല്ലായിരിക്കാം, പക്ഷെ താഴോട്ട് പോയാൽ വി ഷുഡ് ഹാവ് എ ബാലൻസ്. അത് എന്താ പറയുക, നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക, ആവറേജ് ഔട്ട് ചെയ്യാൻ പറ്റുക. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അസറ്റ് ആണെങ്കിൽ മാത്രം ആവറേജ് ഔട്ട് ചെയ്യുക. ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് DM ആവറേജ് ഔട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹൈ റിസ്ക്. അപ്പോൾ അത് സെക്ടറലി ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിംഗ് നല്ലൊരു സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയാലും ഫണ്ട് ഉള്ളവർ അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമും കൂടെയാണ് ഇപ്പം എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. അപ്പോൾ പൊതുവേ പറഞ്ഞു വരുന്നത്, നമ്മുടെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പം നമ്മൾ സംസാരിച്ചിട്ടുള്ള സ്റ്റോക്കുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് സംസാരിച്ചത്. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.